ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ കുട്ടി വ്ളോഗാണ്. ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ. മൈലാഞ്ചി ഇടുന്നു ഇങ്ങനെ ഉണ്ട ഡിസൈനൊന്നും അല്ല, ഉണ്ടായിട്ടിടാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ചേർക്കാൻ പോവുകയാണ്. നമ്മളെ വീട്ടിലില്ല, അപ്പോൾ വേറെ താഴത്തൊരു വീട്ടിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. തീർത്തെടുക്കാം. ജൂലൈ മാസത്തിൽ അപ്പോൾ ഗൈസ്, മിഷൻ കംപ്ലീറ്റഡ്. അങ്ങനെ ഞങ്ങൾ എറുത്തെടുത്തു. ഇനി അടുത്ത നെക്സ്റ്റ് ഘട്ടത്തിലേക്ക്. ഗൈസ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഐഡിയ ആണ്. ഈ പെച്ചങ്ങേര മൂട് ചെത്തിയിട്ട് മൈലാഞ്ചി അരച്ചാൽ നല്ലതുപോലെ ചുമക്കുമെന്നാണ് ആൾ പറയുന്നത്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് പൊളിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതെല്ലാം കൂടെ അരച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമ്മൾ മൈലാഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്തതാണ് ഇത്. അപ്പോൾ ഞാനിങ്ങനെ കൈ വെച്ചിങ്ങനെ എടുത്തതാണെന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ ആയതാണ്, പെട്ടെന്ന് തന്നെ ആയതാണ്. അപ്പോൾ നല്ല ചോപ്പായിരിക്കും. എനിക്ക് ഇട്ടോളാൻ വയ്യാതിരിക്കുകയാണ്, ഒട്ടിയിരിക്കാൻ ഇട്ടോളാൻ വയ്യാതെ. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് ബാക്കി കാണാം. അപ്പം ഞാൻ ഇനി ഇടാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഉള്ള ആ കളറാണ്. അപ്പം ഞാൻ ഇടുകയാണ്. നിങ്ങൾക്കും ഇങ്ങനെയുള്ള നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ ഡിസൈനായിട്ട് ഇടുന്നതൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെ ഇട്ടിട്ടാണ് ഇഷ്ടം. പണ്ടേ വീട്ടിലേക്ക് ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പോൾ ഞാനിത് ഫുള്ള് കയ്യിൽ ഇട്ടിട്ട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇനി ഇത് ചുമന്നിട്ടുള്ളത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, മൈലാഞ്ചിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.